മറുപടി പറയാൻ നിന്റെ പാതാനക്ക് അനുവദിക്കില്ല. അതിൽ എണ്ണി പറയുന്നു, എങ്ങനെയാടാ നീ പണം ഉണ്ടാക്കിയത്, എങ്ങനെയാണ് അത് ചെലവഴിച്ചത്, 1 രൂപ എങ്ങനെ വന്നു, 1 രൂപ എങ്ങനെ പോയി. ഒരു ഈന്തപ്പഴം 3ആയിട്ട് അങ്ങോട്ട് കീറി. ഒരു ഈന്തപ്പഴം, മാങ്ങയല്ല, ഒരു ഈന്തപ്പഴം 2 കീറ് തന്റെ സഹചാരികളുടെ കൈകളിലേക്ക് വെച്ചു കൊടുത്തു. 3ാമത്തെ കീറ് തന്റെ കയ്യിൽ വെച്ചുകൊണ്ട് പറയാൻ, സിദ്ദീഖേ ഉമറേ റളിയല്ലാഹു അൻഹുമാ ثم لتسألن يومئذ عن النعيم. ഈ കാരക്കീറിനെ സംബന്ധിച്ച് അള്ളാന്റെ കോടതിയിൽ സമാധാനം പറയേണ്ടി വരും. ഇത് പറഞ്ഞ മുത്തു മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, 4 വഴിയിലേക്ക് ചെലവഴിക്കുന്നതിന് കണക്കേ പറയണ്ട എന്ന് പറഞ്ഞാൽ ബിഗൈരി ഹിസാബ് എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച കണക്കില്ലാതെ വാരിക്കോരി തരുന്നതാണ്. കണക്കില്ലാതെ വാരിക്കോരി. 1ാമത്തെ ചെലവ് നഫഖത്തുഹു അലാ അബവൈ. 1ാമത് ചെലവഴിക്കുന്നത് മക്കളെ നിന്റെ വാപ്പാക്കും ഉമ്മാക്കും ചെലവഴിക്കുന്നതാണ്. മാതാപിതാക്കൾക്ക് ചെലവഴിക്കുന്നതിന് കണക്കില്ലാതെ വാരിക്കോരി പ്രതിഫലം കിട്ടുമെന്ന് നബീന റസൂലുള്ളാഹി. നഫഖത്തുഹു അലാ ഇയാലിഹി. 2ാമത്തേത് ഭാര്യയ്ക്കും മക്കൾക്കും നീ ചെലവഴിക്കുന്നതാണ്. കണക്കില്ലാതെ പ്രതിഫലം വാരിക്കോരി കിട്ടുന്നതാണ്. കച്ചവടം ചെയ്യാൻ പോണേന്റെ മറുപടി കിട്ടിയോ? അല്ലാ, ഞാൻ എന്റെ ഷോപ്പ് തുറക്കാൻ പോവുകയാണ് റബ്ബേ, എനിക്ക് സമ്പത്ത് അധികരിക്കണം തമ്പുരാനെ, മനോഹരമായ കെട്ടിടമുണ്ടാക്കണം റബ്ബേ, എനിക്ക് കാറ് മേടിക്കണം പടച്ചവനെ. അല്ലാഹുവേ, ഇതൊന്നും എനിക്ക് കിടക്കാനല്ല അല്ലാ, എനിക്ക് ഓടിക്കാനല്ല അല്ലാ. പടച്ചവനെ, എന്റെ ഉപ്പിച്ചി ഉമ്മച്ചിയും എന്റെ വീട്ടിൽ കിടക്കുന്ന കാലം, എന്റെ ഭാര്യയും പെണ്ണുമക്കളും എന്റെ വീട്ടിൽ കിടക്കുന്ന കാലം, പടച്ചവനെ എന്റെ മാതാപിതാക്കൾ എന്റെ കാറിൽ സഞ്ചരിക്കുന്ന കാലം, എന്റെ പൊന്നുമക്കളും ഭാര്യയും എന്റെ കാറിൽ സഞ്ചരിക്കുന്ന കാലം, അല്ലാഹുവേ എനിക്ക് കണക്കില്ലാതെ നാളെ മഹ്ശറിൽ പ്രതിഫലം കിട്ടുന്ന നന്മയാണല്ലോ അല്ലാ. ആ നന്മയ്ക്ക് വേണ്ടി ഞാൻ കച്ചവടം ചെയ്യാൻ പോകുന്നു റബ്ബേ. മറുപടി കിട്ടിയോ? ഇങ്ങനെ എന്റെ വീട് പണിയതിന്റെ മറുപടി, റമദാനിന് മുമ്പ് താമസിക്കണമെന്നും പറഞ്ഞ് പണിയണ്ട. പിന്നെ പടച്ചവനെ, ഇത് ഞാൻ ആൾക്കാരുടെ മുമ്പിൽ ഇങ്ങനെ പറയുന്നുണ്ട്, റമദാനിന് മുമ്പ് താമസിക്കണമെന്ന്. എനിക്കതിനകത്ത് താമസിക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല റബ്ബേ. എനിക്ക് കിടക്കാനുള്ളത് ഖബറാണല്ലോ. എന്റെ മക്കൾ എത്ര കാലം ആ വീട്ടിൽ കിടക്കുന്നുവോ, എന്റെ പേരക്കുഞ്ഞുങ്ങൾ എത്ര കാലം കിടക്കുന്നുവോ, എന്റെ ഭാര്യയും എന്റെ ഉമ്മയും ഉപ്പയും എത്ര കാലം കിടക്കുന്നുവോ, അക്കാലം മുഴുവൻ എനിക്ക് ഖബർ മുതലേക്ക് വലിയ പ്രതിഫലമാണ് റബ്ബേ. ഞാൻ അതിനാ വീട് പണിയണേ, എന്റെ വീട്ടിൽ എനിക്ക് കിടക്കാനല്ല, ഞാനിത് പണിതുകൊണ്ടിരിക്കണു. അതല്ല എന്നെ ഏൽപ്പിച്ച ഡ്യൂട്ടിയാണ്, ഞാനേ ചെയ്തോണ്ടിരിക്കുന്നു. ഇതിനകത്തല്ല ഞാൻ കിടക്കണേ. ഞാൻ കിടക്കുന്നത് അല്ലാഹുവേ നാളെ മുതൽ ഖബറിലേക്കാണ്. അസ്ബഹ മാലുകൽ മജ്മൂഉന ഹബാ വഉതീല ബഅദകൽ ഖസ്റുൽ മശീദു. ഇന്ന് വരെ നിന്റേതാന്ന് പറഞ്ഞ സമ്പത്ത് കണ്ണം കടഞ്ഞ താട കെട്ടിയോടുകൂടി സമ്പത്തിന്റെ അവകാശം മാറി. പടുത്തുയർത്തിയത് ആ വീട്ടിൽ 1 ദിവസം പോലും കിടത്താതെ ചുമ്മാ 3 കഷ്ണം തുണിയിൽ പൊതിഞ്ഞിട്ട് നിന്നെ എന്നേക്കുമായി നാട് കടത്തി. എന്ത് വർത്താനായി ഇന്ന് നോക്കി, ബുദ്ധിയുള്ളവരുടെ വർത്താനങ്ങളാ ഇതൊക്കെ. ആ ബുദ്ധിമാന്മാരുടെയും ബുദ്ധിമതികളുടെ ഒക്കെ കൂടെ നാളെ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണേ പടച്ചവനെ. ചിന്തിച്ചു നോക്കി. അപ്പൊ മറുപടി കിട്ടിയോ? ബാക്കി 2 അപ്പൊ 2 പറഞ്ഞോളൂ. 1, ഞാൻ ഈ സമ്പത്തുണ്ടാക്കുന്ന എന്റെ മാതാപിതാക്കൾ. 2, എന്റെ ഭാര്യയും മക്കളും. പിന്നെ 3ഉം 4ഉം വരാൻ പോകുന്ന റമദാനുമായിട്ട് ബന്ധപ്പെട്ടത്. നഫഖത്തുഹു അലാ ഇഫ്താരിഹി നഫഖത്തു അലാ സുഹൂരി. അത്താഴം കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൊടുക്കുന്നത്, നോമ്പ് തുറക്കാൻ വേണ്ടി കൊടുക്കുന്നത് കണക്കില്ലാതെ പ്രതിഫലം കിട്ടുന്ന നന്മയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈ ആളുകൾ പറയണേ ഞാൻ കേട്ടിട്ടുണ്ട്, ഈ അറബികൾക്ക് വെറും വട്ടാന്ന് പറയുന്നത്. ആളുകൾ വലിച്ചോണ്ട് പോവാണ് നോമ്പ് തുറക്കാൻ വേണ്ടി. വട്ടല്ലടോ. എന്റെ മുസല്ലയിൽ നിന്നും ഒരു റൊട്ടി കഷ്ണം ഒരു ഹാജി എടുത്താൽ, ഒരു ഹജ്ജുമ്മ എടുത്താൽ, ഒരു സഹോദരൻ എടുത്താൽ, അൽഹംദുലില്ലാ നാളെ എനിക്ക് കണക്കില്ലാതെ കൂലി കിട്ടുന്നതാണ്. ഞാൻ അങ്കമാലി പള്ളിയിലെ ഖത്തീബാ. റമദാനിൽ അവിടെ നോമ്പുതുറയുണ്ട്. കാരണം പല രാജ്യത്തു നിന്നും വരുന്ന ധാരാളം ആളുകളുണ്ട്. അവർക്കൊക്കെ നോമ്പുതുറയുണ്ട്. കൈ തട്ടണാറിനെ നോമ്പുതുറയുണ്ട്. പഠിച്ച വേണ്ടി 2 ആഴ്ച അവിടെ പറയേണ്ടി വരുള്ളൂ. നോമ്പിന്റെ 1ാമത്തെ വെള്ളിയാഴ്ച, 2ാമത്തെ വെള്ളിയാഴ്ച, പിന്നെ സാധനം ഉണ്ടാവില്ല. ഇതേ 30 ദിവസം ഫില്ലായി. എന്തത്? നാടിന്റെ നാനാഭാഗത്തുനിന്നും കൂട്ടിലേക്ക് കിളികൾ വരുന്നത് പോലെ അങ്കമാലി പള്ളിയിലേക്ക് ജനങ്ങൾ നോമ്പ് തുറക്ക് വരുമ്പോൾ
ഒരു ദിവസത്തെ നോമ്പ് തറ എൻ്റെ പെട്ടെന്ന് അങ്ങ് ഫില്ലാവും. അത് ഇതാ കാരണേ, കണക്കില്ലാതെ കൂലിയിട്ട്. അപ്പൊ മറുപടി കിട്ടിയോ? പോട്ടെ പോട്ടെ, ഞാൻ എന്താ പറഞ്ഞു വന്നത്? എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും എന്തിനു ചെയ്യുന്നു മറുപടി കാണണം. ഇങ്ങനെ മറുപടി ഇട്ടിട്ടേ ജോലി കിടക്കാവുള്ളൂ എന്നതുപോലെ നമ്മ പട്ടിണി കിടന്ന് പാടുപെട്ട് രക്തം വിയർപ്പാക്കി മാറ്റി കഠിനാധ്വാനം ചെയ്ത് 10 മാസം ചുവന്ന മരണവേദനയോടടുത്ത വേദന സഹിച്ച് പ്രസവിച്ച് 2 കൊല്ലം പാലൂട്ടി വിശപ്പ് സഹിച്ച് ഉറക്കം ഒഴിവാക്കി എന്തിനാണ് മക്കളെ വളർത്തുന്നത്? മറുപടി കാണണം. ഞാൻ ക്ഷീണിച്ചാലും മക്കൾ ക്ഷീണിക്കരുത്, മറുപടി കാണണം. എന്താണ് മറുപടി? മുസ്ലിയാരെ, ഞാൻ ക്ഷീണിച്ചാലും മക്കൾ ക്ഷീണിക്കരുതെന്ന് ഞാൻ വളർത്തുന്നത് ഇച്ചിലിങ്കോട് ജുമാഅത്ത് പള്ളിയുടെ മൈതാനിയിൽ കൊണ്ടുവന്ന് വലിയ പെരുന്നാളിൽ എൻ്റെ മോനെയും മോളെയും